ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ പുലാവാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് ബസുമതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്യാനൊന്നും വെക്കണ്ട, കഴുകി എടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3-4 ബീൻസ് എടുത്ത് ജൂലിയൻ കട്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ജൂലിയൻ കട്ട് അരിഞ്ഞിട്ട് ഞാനത് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇപ്പോൾ എരിവ് കുറേ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു, അതും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി, പിന്നെ ഏലക്ക, 2-3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, പിന്നെ ഒരു ബേ ലീവ്സ് ഞാനത് കട്ട് ചെയ്ത് ഇട്ടേക്കണതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ചെറിയ സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി, അപ്പം ഞാൻ 2 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ആണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ എനിക്ക് കുറച്ച് വാടിയിട്ടൊക്കെയാണ് കിട്ടിയിരിക്കണേ. മല്ലിയില വലിയ കുഴപ്പമില്ല, പക്ഷേ പുതിനയില വല്ലാണ്ട് അങ്ങോട്ട് വാടിപ്പോയി. ഞാനത് കുറേ നേരം കഴുകി നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്, എങ്കിലും അത്രയ്ക്ക് വലിയ ഫ്രഷൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും ഇതുപോലെ കുഴപ്പമില്ല, നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പച്ചപ്പട്ടാണി ചേർക്കുന്ന ഏറ്റവും നല്ലത്, അതെൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുലാവ് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുക്കറിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്താൽ, ഏത് കുക്കിംഗ് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓൾ സ്പൈസസ് ഒന്ന് മൂക്കാനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ സ്പൈസസ് മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കാം. 2 സ്മോൾ സൈസ് ഒനിയനാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ഒനിയൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത് മതിയാവും, ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് പേസ്റ്റാണ്. അത് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. ഇത് രണ്ടും ഒരേ ടീസ്പൂണാണ് കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി വേണ്ട എന്നുള്ളവരത് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. കാരണം ചിലർക്ക് പുലാവ് ഇങ്ങനെ വെള്ള നിറത്തിലിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്കിവിടെ മഞ്ഞ നിറത്തിലാണ് ഇരിക്കുന്നത് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കളർഫുള്ളായിട്ടുള്ളൊരു പുലാവാണ് എനിക്കിഷ്ടം, അതാണ് ഞാൻ ഇതൊക്കെ ചേർക്കണം കേട്ടോ. പൊടി മസാലകളൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ബസുമതി റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലകളൊക്കെ കൂടി ഒന്ന്
നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ പച്ചപ്പട്ടാണി ഇട്ടുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിരിക്കും. പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല, അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ ഒരു പുലാവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും റൈസും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞു വെച്ചതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി കുറച്ച് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഇതിൻ്റെ ഒപ്പം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു കപ്പാണ് ഇപ്പോൾ ഒഴിച്ചത്, ബാക്കി 2 കപ്പും കൂടി ഇതാ ഇപ്പോൾ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 നാരങ്ങ പിഴിഞ്ഞത് നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താൽ ഒരു ചെറിയ പുളിരസവും കിട്ടും, അതുപോലെ തന്നെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. ഈ ബിരിയാണി ചെമ്പിലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം വേണം. പക്ഷേ ഞാനിത് കുക്കറിൽ വെക്കണതുകൊണ്ട് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം മതി. ഇനി നമുക്ക് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അതിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒട്ടും പ്രഷറില്ല, ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വാവ്, അടിപൊളിയായിട്ട് നമുക്ക് പുലാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരി വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതൊന്ന് ചൂടൊന്ന് പതുക്കെ പോയി കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വേറിട്ട് ഇതിൻ്റെ അരികളൊക്കെ കിട്ടും കേട്ടോ. നല്ല സ്മെല്ല് വരണുണ്ട്. ഇതാ മണം എന്നറിയോ, അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ പുലാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഈ പുലാവിലേക്ക് ഞാൻ വേറൊന്നും ചേർക്കാറില്ല, പക്ഷേ ഇന്ന് പണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴമൊക്കെ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ അതും കൂടെ അങ്ങോട്ട് അല്പം നെയ്യിൽ വഴറ്റി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കി മല്ലിയിലയും പുതിനയിലയും ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ നല്ല റൈത്തയുടെ ഒപ്പം കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി, പിന്നെ കുറച്ചൊരു അലങ്കാര വിദ്യകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ റൈത്ത ഉണ്ട്, നമ്മുടെ റൈത്തയുടെ കൂടെ നമുക്കിത് നന്നായിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.